മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. അല്ല അതിപ്പോ അളിയ ഞാനിപ്പോ ഈ അപേക്ഷ കൊടുക്കാൻ തന്നെ കാരണം അളിയൻ തന്നെയാണ് ഇവിടെയൊക്കെ ചെക്കപ്പിന് വരിക എനിക്ക് ഏകദേശം അറിയാം. അത് കണക്കാക്കിട്ട് ഞാൻ കൊടുത്തത്. ഈ ഇഷ്ടികപ്പ് എങ്ങനെ വന്നത് ഇവിടെ? ഇതോ ഇതിപ്പോ നമ്മളവിടെ അടക്കള മാറ്റി പണിതല്ലോ, അത് മാറ്റി പണിതപ്പോ പഴയ ഇഷ്ടിക പൊളിച്ചു വെച്ചതാണ്. ഒരു കാര്യം ചെയ്യാം, ഇത് നമ്മുടെ അടുക്കള ഇടിഞ്ഞു പൊളിഞ്ഞു കളി. വെള്ളം വന്നപ്പോ മനസ്സിലായി പൊളിഞ്ഞു, മനസ്സിലായി. ഒഴുകി വന്നിട്ട് ഇവിടെ അതെ, ഒഴുകി വന്നപ്പോ ഞാൻ പെറക്കി അടക്കി വെച്ചു. എന്തെങ്കിലും ആവട്ടെ, നീ മിണ്ടാണ്ട് നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി. നിങ്ങൾ വെറുതെ ഓരോന്നും നീ നിന്റെ സത്യസന്ധനെ കൊണ്ട് പോയിക്കോ വിടുന്ന കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. മനുഷ്യന് 10 കാശ് കിട്ടുന്ന സമയത്ത് അവരെ വർത്താനം പറയണം. അല്ല പിന്നെ അളിയാ ഇതിപ്പോ എങ്ങനെ എന്തിട്ടോ? ഇതാ പഴയ കട്ടിലും സ്റ്റൂളൊക്കെ ഞാൻ ശീതളനോട് 100 വട്ടം പറഞ്ഞല്ലേ അതൊന്ന് ക്ലീൻ ചെയ്യാൻ. എന്താ അത് ചോദിക്കാൻ ഒരു കാര്യം ചെയ്യാം, അതവിടെ കിടക്കട്ടെ. വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം പൊങ്ങിയിട്ട് വെള്ളം തിരിച്ചിറങ്ങി പോകുന്ന സമയത്ത് പിന്നെ ഇവിടെ തടഞ്ഞു നിന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കേടായിട്ടുള്ള ഫർണിച്ചറുകളുടെ നഷ്ടങ്ങൾ എഴുതണേ. എന്റെ പൊന്നാങ്ങളെ ഇതേ ഒന്ന് അങ്ങോട്ട് നോക്കിയേ, ആ കായല് ഏറ്റ സമയത്തൊന്ന് പൊങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ വീടിന്റെ ഉള്ളിൽ വരെ വെള്ളം വന്നില്ല. ഹലോ, ഇപ്പൊ ജിയോളജി വകുപ്പ് വന്നാൽ അതിന്റെ കണക്കെടുക്കാനായിട്ട് പിന്നെ നീ ഒന്നും മിണ്ടായിരിക്കും. 10 പൈസ ആളെ ഉണ്ടാക്കി തരുന്ന സമയത്ത് ഞാൻ എന്റെ ഇടയിൽ വെട്ടങ്കോലിടാന്നിക്കല്ലേ? അതിന് ഇവിടെ വെള്ളം കയറിയില്ലേ? അതെ, നീ എന്താ ഹരിചന്ദ്രന വെറുതെ എന്നോട് വഴക്കൂടാൻ പറ്റേ? എന്തിനും ചെയ്യാൻ പറ്റും. അത് മുറ്റത്ത് വെള്ളം കയറുന്ന സമയത്ത്, വേലിയേറ്റുന്ന സമയത്ത് മണ്ണിടാനൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ടത്. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമ്മളിവിടെ മണലിന്റെ ഒരു കൂമ്പാരുണ്ടായിരുന്നു. അതായത് 2-3 ലോഡ് മണൽ നമ്മൾ അടിച്ചിട്ടു. ഓക്കെ, അത് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയി. അതിന്റെ ബാക്കിയാണ് ഇത്. ഇതന്നെ ഇപ്പൊ 4 ലോഡ് ഉണ്ട്. നമുക്കൊരു 10 ലോഡ് കാണിക്കാലോ. എന്താ എന്താ പറഞ്ഞ കുഴപ്പം? അളിയെ പറഞ്ഞ ശരിയല്ലേ? ഇത് വെള്ളത്തിൽ ഒഴുകി പോയിക്കൂടെ? ഇതിപ്പോ നമ്മൾ എഴുതിയിട്ട കണക്ക് ഇതിൽ പളിയാ. ഞാൻ ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഇതിപ്പോ വലിയൊരു നാശനഷ്ടം എന്ന് പറയാനില്ല. ഒരു 2000 ഉറുപ്പ്യ നമുക്ക് എഴുതാൻ പറ്റും. 2000 ഉറുപ്പ്യ? സത്യസന്ധമായിട്ടുള്ള കണക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇത് വേണ്ട, അളിയൻ പറഞ്ഞ കണക്ക് മതിയില്ല നമുക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 20 എഴുതാം. ഒരു 50 ഉറുപ്പ്യ അങ്ങോട്ട് പിടിക്കും. കാരണം നമുക്കിപ്പോ കാണിക്കാൻ അത്യാവശ്യം സൗകര്യങ്ങൾ ഉണ്ടല്ലോ. അതെ, നിങ്ങളുടെ സൗകര്യത്തിനല്ല എഴുതുന്നേ, ഇത് സർക്കാരിന്റെ കാര്യാ. സർക്കാരിന്റെ കാര്യം തന്നെ ഞങ്ങളും പറയണത്. നാട്ടുകാർ മുഴുവൻ സർക്കാരിന്റെ കാശ് മേടിച്ചോണ്ടിരിക്കുക. നീ മിണ്ടാണ്ട് അവിടെ ഇരിക്കുക. അല്ല, ഇതിപ്പോ എഞ്ചിനീയർ ആയിട്ടുള്ള ഞാൻ കാണിക്കണ കണക്കന്നെ ഇപ്പൊ സർക്കാരിന്റെ കണക്ക്. കേൾക്ക്, അത് കേൾക്ക്. ചേട്ടന്റെ ജോലി പോവുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ ഉണ്ടാണെങ്കിൽ അപ്പൊ 50,000 ഉറുപ്പ്യ ഞാൻ കാണിക്കുകയാണെങ്കിൽ അപ്പൊ കാണിക്കാം. അതന്നെ അത് ഞാൻ പറഞ്ഞത്. അപ്പൊ 30,000 ഉറുപ്പ്യ അളി എടുക്കുക. ഞാനും അളിയനാണല്ലോ. അപ്പൊ 20,000 ഉറുപ്പ്യ അളിയനും തരും. എന്തേ ഇതിന്റെ ഈ വീടിന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അളിയൻ അത് അങ്ങനെ പറഞ്ഞതൊരു വേണ്ട. നീ മിണ്ടായിരുന്നേ, നമുക്കും എന്തെങ്കിലും കിട്ടണ്ടല്ലേ? അത് നമ്മുടെ ഒരു കണക്കൊക്കെ പറയുമ്പോ ഒരു ഇത് കിട്ടണ്ടേ? ഒരു 2 ഉറുപ്പ്യ ആക്കിയിട്ട് അളിയനെ എടുക്കാണ്ട് എടുത്തിട്ട് അത് തന്നെ. 2 ഉറുപ്പ്യ ആണെങ്കിൽ 50,000 അളിയെടുക്കുക. അളിയൻ 1.5 അളിയെടുക്കും. എന്തേ പറ്റില്ലേ? അതിപ്പോ അങ്ങനെ പറഞ്ഞ അളിയന് കിട്ടണോണ്ടൊന്നും അല്ല എന്റെ വിഷമം. അത് നമുക്കും അതൊന്നും ഒരു ഈക്വലായിട്ട് വരേണ്ട ഒരു സംവിധാനം ചെയ്യും. ഇതിപ്പോ ഒരു കാര്യം, ഇവിടെ അത്യാവശ്യം കാണിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് അളിയൻ ഒരു 3 രൂപ അങ്ങോട്ട് എഴുതും. നിങ്ങൾ എന്ത് നീ പറയണ? വില പേശണ എന്തിനു വേണ്ടിട്ടാ? ഞാൻ എല്ലാവരോടും സത്യം പറഞ്ഞു കൊടുക്കും. നീ പറഞ്ഞ നിന്നെ ഈ കായലിൽ ഞാൻ താഴ്ത്തു. ഞാൻ ഭാഷയ്ക്ക് പറഞ്ഞ അളിയ പറയും. അളിയാ, ഇതിപ്പോ നമുക്ക് 3 ഉറുപ്പ്യോ 4 ഉറുപ്പ്യോ എത്ര വേണമെങ്കിലും എഴുതാം. അതെ, എന്നാ പിന്നെ ഒരു 5 ഉറുപ്പ്യ എഴുതാം. 5 എഴുതാൻ പാടില്ല. 5 ഉറുപ്പ്യ എഴുതി കഴിഞ്ഞത് ആളുകൾ വിശ്വസിക്കില്ല ഈ ഫിഗർ. അപ്പൊ 5,16,280. അങ്ങനെ കുഴപ്പമില്ല. അങ്ങനെ ഒരു കണക്ക് എഴുതാവൂ. അങ്ങനെയാണെങ്കിൽ ഒരു 3.5 ഉറുപ്പ്യ അളിയ എടുക്കുക. അളിയൻ 3.5 ഉറുപ്പ്യ ഞാൻ എടുക്കുക. ബാക്കി 1.5 ഉറുപ്പ്യ അളിയന് തരിക. പിന്നെ ചില്ലറയും കൂടി അളിയെടുത്തു. നഷ്ടക്കച്ചവടമാണിത്, എന്നാലും വേണ്ടിയില്ല. എന്താ ഇഷ്ടം? അല്ല, എങ്ങനെ ഇപ്പൊ നഷ്ടം പറ്റിയത് പറ. ഞാൻ പിന്നെയും പറയാണ്, ഈ പരിപാടി വേണ്ട. എങ്ങനെയാ ഇങ്ങനെ ഒരു സാധന വീട്ടിൽ വന്നത്? എന്റെ പകുതി ബുദ്ധികൾക്ക് കിട്ടിയിട്ടില്ല. സത്യമായിട്ടും
ഏതേ ഇവിടെ ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ അധ്വാനിച്ച് വെച്ച പൈസ ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കാൻ ഒരു മടി അവൾക്ക്. എന്തൊരു സന്തോഷത്തിലെ കൊടുത്തിരുന്ന ആലോചിച്ചൊക്കെ. എനിക്ക് 10 രൂപ കിട്ടേണ്ട ഒരു കാര്യം വന്നപ്പോൾ അത് അവളുടെ മുഖം നോക്കിയേ. എടി ഇത് ഗവൺമെന്റിൽ നിന്ന് കാശ് എങ്ങനെ ഗവൺമെന്റ് കാശ് സ്വന്തമാക്കാന്ന് വിചാരിച്ച് നടക്കാണ് നാട്ടുകാർ. അതിൻ്റെ ഇടയിൽ ഒരു 10 രൂപ അളി ഉണ്ടാക്കി തരാന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കുത്തങ്ങോട്ട് കുത്തുകയുണ്ട്. ഇതേപോലത്തെ എഞ്ചിനീയർമാർ മറ്റുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും. അത് മനസ്സിലാക്ക്. അല്ല ജോലി പോയി കഴിയുമ്പോഴേ ഇവിടെ തന്നെ വന്ന് നിൽക്കേണ്ടി വരും. ഇങ്ങനൊരു സാധനമായി പോയില്ലോന്നാ ഞാൻ എനിക്ക് ഒരു വകതിരിവുമില്ല, ഒരു പിടിപ്പുമില്ല. വേറെ തന്നെ അത് ഇങ്ങനെ ആയത്. അപ്പം അങ്ങനെ ചെയ്യല്ലേ? അങ്ങനെ ചെയ്യാം. അങ്ങനെ അങ്ങനെ തന്നെ 2 2 3.5 1.5 കേട്ടോ. ആ ചില്ലറ എടുത്തോ. വരാവട്ടെ. അപ്പൊ ചിറ്റപ്പ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ വീടിന്റെ മൂലയിൽ ഒരു ഇത്തിരി മണ്ണിടിഞ്ഞ് വീണിട്ടേ ഉള്ളൂ. ഇനി അതിന്റെ പേരില് എൻ്റെ ചേട്ടന്റെ മകൻ സത്യശീലൻ എനിക്ക് ലക്ഷങ്ങൾ വാങ്ങിച്ച് തന്നു എന്ന് പുറത്ത് വേറൊരാളോട് പറയരുത്. പറയില്ല കേട്ടോ, ഒരിക്കലും പറയില്ല. അതാണ്. പിന്നെ ആ പണ്ട് സ്വത്തോകരി വെക്കുമ്പോൾ ഞാനും ഏട്ടനും തമ്മിൽ വാക്ക് തർക്കവും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ അന്നേരം ഉണ്ടായിട്ടില്ല. ആ പകയൊന്നും നീ മനസ്സിൽ വെച്ച് വെക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നു. അത് മനസ്സിൽ വെക്കും. അങ്ങനെ മനസ്സിൽ വെക്കാതിരിക്കും. അച്ഛനും നിങ്ങൾക്കും വേറെ വേറെ ഓഹരി വെച്ചപ്പോൾ കുറ്റി അടിക്കണം എന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ നിങ്ങളെന്താ കാട്ടിയത്? കുറ്റിയൊക്കെ വേണ്ട കേട്ടോ, ആ കുറ്റി നമുക്ക് പിന്നടിക്കാന്ന് പറഞ്ഞു. ആ അടിച്ചത് കുറേ കൂടി അപ്പുറം ഒരു കോലും കൂടെ മാറിയിട്ടാണ് നിങ്ങൾ കുറ്റി അടിച്ചത് അല്ലേ? അന്ന് ഞാൻ കുഞ്ഞല്ലേ. അയ്യോ വിവരമില്ലല്ലോ, അറിയാതെ പറ്റിപ്പോയി. അതറിയാതെ പറ്റും. എന്നാ ഇത് അറിയാതെ പറ്റണ്ട, അതാ പറഞ്ഞത്. അതില്ല, പറ്റൂല, ഒരിക്കലും പറ്റൂല. കാര്യമായിട്ട് തന്നെ കാര്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യ ഒന്നും ഉണ്ടാവില്ല. ചെറിയൊരു സംഖ്യ നിങ്ങൾക്ക് കിട്ടും, ബാക്കി ഞാൻ എടുക്കും. ഗവൺമെന്റിന്റെ ആനുകൂല്യമാണ് കിട്ടുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പോരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വക കാര്യങ്ങളിലൊക്കെ ഞാൻ ഇടപെട്ട് റിസ്ക് ഇട്ടിട്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യണത്. വലിയത് നീ എടുക്കും. സാറേ, സാർക്ക് ഈ ശീതളിനെ അറിയോ? ശീതളനോ? ഏത് ശീതളൻ എനിക്കറിയില്ല. നിന്റെ അളിയൻ ശീതളിനെ അറിയില്ല? ഏത് അളിയൻ ശീതളൻ എനിക്കറിയില്ല. അപ്പൊ അളിയനും ചെറിയച്ഛനും ഒക്കെ പാടെ കൂടിയിട്ടാണ് ഇതിൽ കൈയിട്ട് മാന്തണതില്ലേ? എന്റെ അളിയൻ ശീതളിന്റെ വീട്ടിലെ ബാക്കിൽ കുറച്ച് മണ്ണ് വീണത് ഒരു തൂമ്പോണ്ട് എടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. അതിന് എത്ര ഇയാൾ നഷ്ടപരിഹാരം എഴുതിയത്? ഞാൻ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഞാൻ പോയിട്ട് അയാൾക്ക് എത്ര നഷ്ടം വന്നിട്ടുണ്ട് നോക്കിയിട്ട് ഞാൻ എൻ്റെ റിപ്പോർട്ട് ഗവൺമെന്റ് അയച്ചിട്ടുണ്ട്. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. 5 ലക്ഷം റുപ്യ നഷ്ടപരിഹാരം എഴുതിയത് ഞങ്ങൾ അറിയേണ്ടതാണ്. സാറേ, ഈ പൈസ എവിടെ നിന്നാണെന്ന് അറിയാമോ? ഇത് സർക്കാരിന്റെ ഖജനാവിലെ കാശല്ല. നാട്ടിൽ ഇങ്ങനെ ഒരു മഹാദുരന്തം ഉണ്ടായപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഉള്ളവനും ഇല്ലാത്തവനും അവനെ കൊണ്ട് കഴിയുന്ന സഹായം ഉണ്ടാക്കിയിട്ട പൈസയാണ്. കുറേ എണ്ണം ഗൾഫിൽ കിടപ്പുണ്ട്, അവിടെ കിടന്ന് വിയർത്ത് അവരധ്വാനിച്ച പൈസയുണ്ട് ഇതിൽ. അതെടുത്ത് സാറ് തോന്നിയ പോലെ അങ്ങ് ചെലവാക്കാന്നാ? എന്റെ സുഹൃത്തെ, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ എന്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അറിയണ കാര്യമായിട്ടാണോ ഇയാൾ ഈ തമ്മാടിത്തരം ചെയ്യണത്? എത്ര സന്നദ്ധ സംഘടനകൾ തെരുവിലിറങ്ങി പിരിച്ച കാശുണ്ടെന്ന് അറിയതില്? ഒരു സ്ത്രീക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടിയ പൈസ പൊട്ടിച്ചു പോലും നോക്കാണ്ട് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നൊരു പട്ടിണി കിടക്കുകയാണ് ആ സ്ത്രീ. വികലാംഗന്മാരുണ്ടല്ലോ, അവർക്ക് കിട്ടിയ പെൻഷന്റെ കാശ് മുഴുവൻ അതുപോലെ കൊടുത്ത്. ഒരു കൊച്ചു കുട്ടികളുണ്ടല്ലോ, അവർ കുടുക്കയിൽ സൂക്ഷിച്ചിരുന്ന കാശ് പോലും ഇതിൽ കൊടുത്തിട്ടുണ്ട്.